എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ വീഡിയോ ഇട്ടിട്ട് എന്തുകൊണ്ടോന്നറിയില്ല, അത് ഡിലീറ്റ് ആയിപ്പോയി. എന്താ കാരണം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് രണ്ടാമതും ഞാൻ പിന്നെയും ഇടുന്നതാണ്. അതുകൊണ്ട് ക്ഷമിക്കണം എല്ലാവരും. ഞാൻ ഒരു പച്ചടി ഉണ്ടാക്കണം, പിന്നെ നമ്മുടെ നെയ്മീനിൻ്റെ കറി ഉണ്ടാക്കണം, ഒരു ഫ്രൈ. രണ്ടാമത് ഇത് അപ്ലോഡ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ, ഉണ്ടാക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ മെനു എന്ന് പറയുന്നത്. അപ്പം ഞാൻ നമ്മുടെ കേബേജ് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഇളവൻ കുമ്പളങ്ങ കഷ്ണാക്കി 2 പച്ചമുളക് ഇട്ടിട്ട് അത് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ വേണം, തേങ്ങ അരക്കണം. അതിന് വേണ്ടി തേങ്ങ എടുക്കുകയാണ്. പിന്നെ കേബേജ് തോരൻ ഉണ്ടാക്കണം. കേബേജ് കട്ട് ചെയ്ത് ചെറുങ്ങനെ നല്ല ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കണ്ട തേങ്ങ എടുത്ത് ഇനി തേങ്ങ പൊട്ടിച്ച് അതിൻ്റെ വെള്ളമൊക്കെ നമ്മൾ തന്നെ കുടിക്കണ്ടേ. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ കുറച്ച് വെള്ളം എടുത്ത് വെക്കുന്നുണ്ട്, നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പം കേബേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേബേജ് ഞാൻ ആദ്യം തന്നെ അത് കുക്കറിൽ അവിടെ വെച്ചിട്ടുണ്ട്, മറ്റേ കുമ്പളങ്ങ. അതുകൊണ്ട് കേബേജ് ഇവിടെ പിന്നെ ചെറിയ പീസാക്കി കട്ട് ചെയ്യാണ്. കേബേജ് കട്ട് ചെയ്തിട്ട് അതിൽ ഉള്ളി, തേങ്ങ, 2 പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കൈ കൊണ്ട് ഞെരടിയിട്ട് അങ്ങനെ തോരൻ ഉണ്ടാക്കുകയാണേ ചെയ്യാം. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഇവിടെ പുറത്തെന്തോ പണി നടക്കുന്നുണ്ട്, ഭയങ്കര സൗണ്ട് ഉണ്ട്. അതുകൊണ്ട് അത് നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് റെഡിയാക്കുന്നുണ്ട്. ഇനി പിന്നെ ഒരു പച്ചടി ഉണ്ടാക്കണം. ഈ പച്ചടിക്ക് വേണ്ടിയിട്ട് നമുക്ക് അരപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടി തേങ്ങ അരച്ചത്, തേങ്ങ മാത്രമായിട്ട് അരക്കുക, പിന്നെ കുറച്ച് തൈര്, അത്രയ്ക്കേ വേണ്ടുവേ. പിന്നെ നമ്മൾ കുമ്പളങ്ങ അത് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് ഈ അരപ്പിലോട്ട് ഇടുക ചെയ്യുക കേട്ടോ. വേറെ ചൂടാക്കലും പരിപാടിയൊന്നും ഇതിനില്ല കേട്ടോ. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിന്നെ ടേബിൾ തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും എൻ്റെ പ്രധാന പണി. എൻ്റെ എന്നല്ല, എല്ലാവരും അങ്ങനെയായിരിക്കും. അപ്പം എന്തൊക്കെയോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഉപ്പ് എടുക്കുകയാണ്. ഉപ്പിട്ടിട്ട് അതിനിപ്പം പുരട്ടി വെക്കണം. പിന്നെ വേണ്ടുന്നത് അടുത്തത് കുറച്ച് തേങ്ങ വേണം, കാരണം കറി ഉണ്ടാക്കണമല്ലോ. കറി എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങ അരച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഇത് വീഡിയോ അത് ഡിലീറ്റ് ആയതുകൊണ്ട് ആകെപ്പാടെ ടെൻഷനായിപ്പോയി ഞാൻ. എന്നിട്ടാണ് ഇത് പിന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം കുറച്ച് എന്തൊക്കെയോ ലേഖായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ തൈര് ഒഴിച്ചു, നമ്മുടെ പച്ചടിയുടെ അരപ്പ് ഒഴിച്ചു, പിന്നെ കുറച്ച് കടുക്, പിന്നെ നമ്മൾ മിക്സിയിലൊന്നും ഇടാൻ പറ്റില്ല, കടുക് ഒന്ന് പൊട്ടിച്ചിടുക. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. നമ്മൾ പിന്നെ കട്ടിങ് ബോർഡില്ലേ അതിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുക. അപ്പം നല്ല കടുക് ഞാൻ വെയിലത്തിട്ട് ശരിക്കും ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, അതങ്ങനെ ഓടുക. പിന്നെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം തണിഞ്ഞ് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി കേട്ടോ. അപ്പം 2 ദിവസം ഇരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കേട് വന്ന് തോന്നും, നമുക്ക് നല്ല ചൂടായ പോലെ തോന്നേ. അതുകൊണ്ട് തണിഞ്ഞിട്ട് ആ കഷ്ണങ്ങൾ ഇട്ടാൽ മതി. പിന്നെ അടുത്തത് എനിക്ക് മീൻ കറി വെക്കണം. മീനെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ഒരു അയക്കൂറ കിട്ടിയിട്ടുണ്ടായേ, അത് അയക്കൂറ എന്നാൽ നെയ്മീൻ ഒക്കെ പറയും. അത് ഇന്നലെ ഫ്രിഡ്ജിൽ 5 പീസാണ്, വലിയ മീനിൻ്റെ പീസാണ്. അത് 2 ഇന്നലെ വറുത്തു. ഇന്നിപ്പം അത് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ചെറുങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര സോഫ്റ്റ് മീനായതുകൊണ്ട് കട്ട് ചെയ്യാനും കുറച്ച് പാട്. കത്തി നല്ല മൂർച്ചയുണ്ട്, പക്ഷേ എങ്കിൽ വളരെ ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ചെതറിപ്പോകുന്നതുകൊണ്ട് അത് കട്ട് ചെയ്യുന്നതാണ്. അത് കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ തക്കാളി, പച്ചമുളക്, പിന്നെ നമ്മുടെ ഉപ്പ്, മഞ്ഞൾ, മുളക് ഇതൊക്കെ ഇട്ടിട്ടൊന്ന് നല്ലോണം ഒന്ന് പുരട്ടി വെക്കും. എന്നിട്ട് പിന്നെ തേങ്ങയിൽ ഒരു കഷ്ണം ഇഞ്ചി, മഞ്ഞൾ, മുളക് ഇതൊക്കെ ഇട്ട് തേങ്ങ അരക്കും. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് തൈര് ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പുളി ഒഴിച്ചിട്ടാണ് കറി വെക്കുന്നത്. ഇങ്ങനെയാണ് നമ്മളെ തലശ്ശേരി സ്റ്റൈലാണ് ഇത്. പിന്നെ നിങ്ങളെങ്ങനെയാണ് വെക്കാമെന്ന് ഇതൊന്ന് വെച്ച് നോക്കുക, എന്നിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ ഇഞ്ചി ഇട്ടിട്ടുണ്ട്. പിന്നെ അത് നല്ലോണം അരച്ചിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരക്കണം കേട്ടോ, അല്ലെങ്കിൽ കറി ഒരു മാതിരി ഇരിക്കും. നല്ലോണം അരച്ചിട്ട് പിന്നെ പുളി ഒഴിച്ച് ഈ തൈര് കുറച്ച് ഒഴിക്കും ഞാനിതിൽ. അങ്ങനെയാണ് കറി വെക്കുന്നത്. അപ്പം പിന്നെ ഒരു 2 പീസ് വറക്കാനുണ്ട്. പിന്നെ 2 പീസ് വറക്കണം. പിന്നെ പണിയൊന്നുമില്ല, അച്ചാറുണ്ട്, പപ്പടം വേണമെങ്കിൽ മാറ്റണം. ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പം പിന്നെ പുളി ഒഴിച്ച് ഇനി ആ അരപ്പും കൂടി ഒഴിച്ച് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് പിന്നെ തിളപ്പിച്ചാൽ മതി കേട്ടോ.
ഒരു കുറച്ച് നേരം തിളപ്പിക്കണം. കുറച്ച് കട്ടിയുള്ള മീനല്ലേ, അതുകൊണ്ട് കുറച്ച് നേരം അത്രയും വേണ്ട, ഒരു 5 മിനിറ്റ് തിളപ്പിച്ചാൽ കറിയായി. അപ്പം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ലതാണെന്നോ കറി നല്ലതായിരുന്നോ എന്തെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നമുക്കൊരു ഇൻസ്പിറേഷനല്ലേ ഇതൊക്കെ. ഒന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ ഒരു സന്തോഷമല്ലേ. പിന്നെ നല്ല കമൻറ്റ് തന്നെ ഇടണമെന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് എന്ത് കമൻറ്റ് വേണമെങ്കിൽ ഇടാം. കറി നന്നല്ല, കറി കൊള്ളത്തില്ല, ഇങ്ങനെയല്ല നമ്മൾ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ പുളി പിന്നെ തൈരിന് പുളി കുറവായതുകൊണ്ട് ഞാൻ പുളി നല്ലോണം പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ പുളിയില്ലാണ്ട് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇനി അത് അടുപ്പത്ത് വെക്കണം. പിന്നെ അതിന് ശേഷം നമുക്ക് കാബേജ് തോരൻ ഉണ്ടാക്കണം. അതാണ് കാബേജ് തോരൻ. പിന്നെ നമ്മൾ വേവാൻ വെച്ചത് തണിഞ്ഞു കഴിഞ്ഞാൽ അത് ചേർത്തിട്ട് അതും വറുത്തിടണം. കുറച്ച് മുളക് കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് മുളക് ഇട്ടോ. പിന്നെ നമ്മളെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അത് വെന്തപ്പം അത് കുറച്ച് പിന്നെ തണിഞ്ഞപ്പം ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി അതൊന്ന് വറവിലിട്ടാൽ മതി. വേറെ ചൂടാക്കേണ്ട പരിപാടിയൊന്നുമില്ല കേട്ടോ. അതിന് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ഞാൻ താളിക്ക് അങ്ങനെയാണ് പറയുക, താളിക്കുകയാണ് ചെയ്യാം. അപ്പോൾ അത് ചെയ്തിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് അടുത്തത് കാബേജ് തോരനാണ്. കാബേജ് തോരൻ ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അതും ഇങ്ങനെ ഒന്ന് ഫ്രൈങ് പാന് വെക്കുക, കുറച്ച് എണ്ണ വയ്ക്കുക, പിന്നെ കടുക് പൊട്ടിക്കുക, അതിലിടുക. 2 മിനിറ്റ് കൊണ്ട് അതും റെഡിയാവും കേട്ടോ. അതിനും വലിയ വേവ് കാബേജ് അല്ലേ, പെട്ടെന്നാവും. അതും വെള്ളമൊന്നും ഒട്ടും ഒഴിക്കുന്നില്ല കേട്ടോ. വെള്ളമൊക്കെ നല്ലോണം മാറ്റിയിട്ടാണ് ഞാനിത് ഇടുന്നത്. വെള്ളമെല്ലാം കഴുകിയ വെള്ളം നമ്മൾ ആദ്യം കഴുകിയിട്ടുണ്ട്, എന്നാലും ഉള്ളിലൊക്കെ വെള്ളം ആവത്തില്ലേ. അപ്പോൾ വെള്ളമൊന്നും ഇല്ലാണ്ട് തന്നെ ഇടുക, എന്നാലും അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. വെള്ളം ഒഴിച്ചാൽ പിന്നെ അത് കുഴഞ്ഞ മാതിരി ഉണ്ടാവും. പിന്നെ നമ്മുടെ ഒരു 2-3 പീസ് മീനുണ്ട്, അതൊന്ന് വറുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ മീൻ കറി ആയിക്കൊണ്ടേയിരിക്കുകയാണ്, തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് കുറച്ച് കുറുകി വറ്റും. കുറുക എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് പാട് ഇതൊക്കെ മാറ്റി ഒന്ന് ഇതാകുമ്പം നമുക്ക് എടുക്കാം. പിന്നെ കേബേജും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അത് കഴുകണം. കണ്ട ബേസിന് നല്ല നിറച്ചും പാത്രമുണ്ട്, അതൊക്കെ കഴുകിയെടുക്കണം. പിന്നെ ഒന്ന് മീൻ ഫ്രൈ ചെയ്യണം. പിന്നെ ചോറ് വെക്കണം. ചോറ് പിന്നെ കുറച്ച് കഴിയട്ടെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഭയങ്കര തണുപ്പായതുകൊണ്ട് ചോറ് വെച്ചാൽ വേഗം തണിഞ്ഞു പോകുന്നു. അതുകൊണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കറിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ടൈം പിടിക്കുമല്ലോ, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ചോറ് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കും. പാത്രമൊക്കെ കഴുകി എല്ലാം ക്ലീൻ ചെയ്താൽ പിന്നെ ചോറ് വെക്കൽ വലിയ പണിയൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. മീൻ കറി ഉപ്പൊക്കെ നോക്കുന്നുണ്ട്, ഉപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം. പിന്നെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമുക്ക് പിന്നെ എന്ത് സജഷനും നിങ്ങൾക്ക് അതിനോട് പറയാം കേട്ടോ. അപ്പം മീൻ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മീൻ ഒന്ന് സിമ്മിലിട്ട് ഞാൻ വറക്കും. അപ്പോൾ പിന്നെ എനിക്ക് ഫ്രീ ആയിട്ടിരിക്കാമല്ലോ കുറച്ച് നേരം. അപ്പം ഇനി ചോറ് ഇടണം, വെള്ളം വെക്കണം, അരി കഴുകണം, ഇതൊക്കെ ഉണ്ട് പണി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്.